Hi dear students, Companies Act 2013 എന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനീസ് ടൈപ്സ് അഥവാ കൈൻഡ്സ് ഓഫ് കമ്പനീസ്. നമുക്കറിയാം, ഒരുപാട് കമ്പനികൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെല്ലാം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ബേസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ക്ലാസിഫിക്കേഷൻ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, ഓൺ ദ ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ചാർട്ടേഡ് കമ്പനി, സ്റ്റാറ്റ്യൂട്ടറി കമ്പനി, രജിസ്ട്രേർഡ് കമ്പനി. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പനികളെ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി, അൺലിമിറ്റഡ് കമ്പനീസ്. നെക്സ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സ്. നമ്പേഴ്സ് ഓഫ് മെമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനികളെ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രൈവറ്റ് കമ്പനി, സെക്കൻഡ് പോയിന്റ് പബ്ലിക് കമ്പനി, ദെൻ വൺ പേഴ്സൺ കമ്പനി or OPC. Then classified on the basis of ownership. First point, there are two company. First company, government companies and non-government companies. Next, on the basis of control. Companies classified on the basis of control. There are 2 points. First point, holding company, then subsidiary company. Then next, on the basis of nationality, there are 2 companies. First one is national companies and second one is foreign companies. Then last, other forms of companies. First one is small company, then defunct company, then dormant company, then listed company, then associate company, then nidhis, then association not for profit. ഇത്രയും കമ്പനികളാണ് നമ്മൾ കൈൻഡ്സ് ഓഫ് കമ്പനീസിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് പ്രധാനമായും 7 ബേസിലാണ് ടോട്ടൽ കമ്പനീസിനെ തരംതിരിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ താഴെ വിവരിക്കാൻ പോകുന്നത്. ഓരോ ക്ലാസിഫിക്കേഷനിലും വരുന്ന കമ്പനീസ് ഏതൊക്കെയാണ്, എന്താണ് അതിൻ്റെ മീനിങ്. ദെൻ ഫസ്റ്റ്, ഓൺ ദി ബേസിസ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഫസ്റ്റ് പോയിന്റ് ഈസ് ചാർട്ടേഡ് കമ്പനി. വാട്ട് ഈസ് ചാർട്ടേഡ് കമ്പനി? Chartered company is regulated by the Chartered Incorporating it and the Companies Act does not apply to it. ഒരു ചാർട്ടർ പ്രകാരം അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ രാജാവ് കിങ്ങിൻ്റെ റൂൾ പ്രകാരം ഫോം ചെയ്യുന്ന കമ്പനികളാണ് ചാർട്ടേഡ് കമ്പനി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കമ്പനികൾക്ക് കമ്പനീസ് ആക്ട് ബാധകമല്ല. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കമ്പനികൾ നിലവിൽ ഇല്ല. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഇങ്ങനെയുള്ള കമ്പനികൾ നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊരു ഇംഗ്ലീഷ് ഗവൺമെൻറ്റിൻ്റെ, ഇംഗ്ലണ്ടിൻ്റെ രാജാവിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ റൂൾ പ്രകാരം ഫോം ചെയ്ത കമ്പനിയായിരുന്നു. അത് ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്തു, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആ കമ്പനി ഒഴിവാക്കി. അതുപോലെയുള്ള മറ്റു കമ്പനികളാണ് ചാർട്ടേഡ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പോലെയുള്ള കമ്പനികളെല്ലാം ചാർട്ടേഡ് കമ്പനികളാണ്. ഓക്കെ. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. സെക്കൻഡ് പോയിന്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി. എ കമ്പനി ഫോംഡ് അണ്ടർ എ സ്പെഷ്യൽ സ്റ്റാറ്റ്യൂട്ട് ഓർ ആക്ട് പാസ്ഡ് ബൈ ദ പാർലമെൻറ്റ് ഓർ ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്. ഒരു രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ പാർലമെൻറ്റ്, നിയമനിർമ്മാണ സഭയിൽ ആക്ട് പാസ്സാക്കിക്കൊണ്ട് രൂപീകരിക്കുന്ന കമ്പനികളെയാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്.
അഥവാ ഈ കമ്പനിക്ക് വേണ്ടി മാത്രം ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ടായിരിക്കും. നോക്കാം. ദ ഫോംസ് ഓഫ് ഇൻകോർപ്പറേഷൻ ഈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ടു പ്രൊമോട്ട് പബ്ലിക് യൂട്ടിലിറ്റി എൻ്റർപ്രൈസസ്. ഇവിടെ എന്താണ്, പബ്ലിക് യൂട്ടിലിറ്റി എൻ്റർപ്രൈസസ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആക്റ്റുകളെല്ലാം പാസ്സാക്കുന്നത്. ഫസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് റെയിൽവേ, അതുപോലെ ഗ്യാസ് ആൻഡ് ഇലക്ട്രിസിറ്റി കമ്പനീസ് ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആൻഡ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എക്സെട്ര. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം ഫോം ചെയ്തത് സ്പെഷ്യലായിട്ട് ഒരു ആക്ട് പാസ്സാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള കമ്പനികൾ ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കമ്പനികൾക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ഉണ്ടാവുകയില്ല. പകരം എന്താണ്, അതിന് പകരമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് എന്താണ്, ആ ഒരു ആക്റ്റിൽ പറയുന്ന നിബന്ധനകൾ അല്ലെങ്കിൽ ആക്റ്റിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോയിന്റുകളായിരിക്കും ആ കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടി ഫോളോ ചെയ്യുന്നത്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി കമ്പനിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് രജിസ്ട്രേർഡ് കമ്പനീസ്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആണ് രജിസ്ട്രേർഡ് കമ്പനീസ്. ദീസ് ആർ ദ കമ്പനീസ് ഫോംഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013 ഓർ സം ഏർലിയർ കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കമ്പനീസ് ആക്ടോ പ്രകാരം രൂപീകരിച്ച എല്ലാ കമ്പനികളെയും എന്ത് വിളിക്കാം, രജിസ്ട്രേർഡ് കമ്പനി എന്ന് വിളിക്കാം. സച്ച് കമ്പനീസ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺലി വെൻ ദേ ആർ രജിസ്ട്രേർഡ് അണ്ടർ ദി ആക്ട്. ഇങ്ങനെയുള്ള ഈ ഒരു കമ്പനി അല്ലെങ്കിൽ രജിസ്ട്രേർഡ് കമ്പനി എന്ന് വിളിക്കണമെങ്കിൽ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. A certificate of incorporation has been issued by the registrar. ഇവിടെ രജിസ്ട്രാർ എന്ത് ചെയ്യണം, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അഥവാ കമ്പനി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള അനുവാദം രജിസ്ട്രാർ കൊടുത്താൽ മാത്രമാണ് ഈ ഒരു കമ്പനി നമുക്ക് രജിസ്റ്റേർഡ് കമ്പനി എന്ന് വിളിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ അടുത്തതായി നോക്കുന്നത് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ്, ഓൺ ദി ബേസിസ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കമ്പനികളെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഫസ്റ്റ് പോയിന്റ്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് നോക്കാം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് മീൻസ് എ കമ്പനി ഹാവിംഗ് ദ ലയബിലിറ്റി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ലിമിറ്റഡ് ബൈ ദ മെമ്മോറാണ്ടം ടു ദ എമൗണ്ട് ഇഫ് എനി അൺപെയ്ഡ് ഓൺ ദ ഷെയർസ് റെസ്പെക്റ്റീവ്ലി ഹെൽഡ് ബൈ ദം. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയാണ്. കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനിയുടെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. അഥവാ സാധാരണ രീതിയിൽ കമ്പനിയുടെ ഓണേഴ്സ് ആയിരിക്കും ലയബിലിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ. അപ്പോൾ ഇവിടെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ മാക്സിമം ലിമിറ്റഡ് ചെയ്ത കമ്പനികളാണ് എങ്കിൽ, ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്ന കമ്പനികളാണ് എങ്കിൽ ഷെയറിൻ്റെ വാല്യൂ എത്രയാണോ ആ വാല്യൂ മുഴുവനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് യാതൊരുവിധ ലയബിലിറ്റിയും ആ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ആ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടാവുകയില്ല. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി 1000 രൂപയുടെ 1000 ഷെയറുകൾ വാങ്ങി ഒരു ഷെയറിന് 10 രൂപയാണ് ഫേസ് വാല്യൂ. അങ്ങനെയാണെങ്കിൽ ഈ 10 രൂപ അല്ലെങ്കിൽ ഇയാൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു വില 10 രൂപ വെച്ച് 1000 ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ 10000 രൂപയായിരിക്കും എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു വ്യക്തിക്ക് ചിലവാകുന്നത്. അപ്പോൾ ഈ 10000 രൂപ ഇയാൾ എന്ത് ചെയ്തു, മുഴുവനായിട്ട് അടച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് ഭാവിയിൽ ആ കമ്പനി നഷ്ടത്തിലാണ് അവസാനിപ്പിക്കുന്നത് എങ്കിൽ ആ നഷ്ടം ഈ വ്യക്തി സഹിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. കാരണം എന്താണ്, ആ കമ്പനി കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. അതുകൊണ്ട് തന്നെ ഷെയർസിൻ്റെ എമൗണ്ട് അല്ലാത്ത ഒരു എമൗണ്ടും അയാൾക്ക് ലയബിലിറ്റി ആയിട്ട് വരുന്നില്ല. ഇത് 10000 രൂപയിൽ 5000 രൂപ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം, ബാക്കി 5000 രൂപ കൂടി കൊടുക്കേണ്ടി വരും. അതല്ലാതെ യാതൊരുവിധ എമൗണ്ടും കൊടുക്കേണ്ടതില്ല. അതാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ പ്രത്യേകത. ഇനി സെക്കൻഡ് പോയിന്റ്, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. A company limited by guarantee is a company having the liability of its members limited by the memorandum to such amount as the members may respectively undertake by the memorandum to contribute to the asset of the company in the event of its wound up.
എന്താണ് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവിടെ കമ്പനിയുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് സെർട്ടൻ എമൗണ്ടിൽ ലിമിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഓരോ വ്യക്തിയും വൗണ്ടപ്പിൻ്റെ സമയത്ത് അഥവാ കമ്പനി പൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത്ര എമൗണ്ട് കമ്പനിയുടെ അസറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യമേ മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓൾറെഡി ഷെയറിൻ്റെ എമൗണ്ട് കൊടുക്കും. അത് കൂടാതെ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതുകൂടാതെ 1,00,000 രൂപ എല്ലാ ഷെയർ ഹോൾഡേഴ്സും എന്ത് ചെയ്യണം, വൗണ്ടപ്പിൻ്റെ സമയത്ത് കൊടുക്കണം എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനികൾ പറയുന്ന പേരാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. മനസ്സിലായല്ലോ? ഒരു എമൗണ്ട് ഗ്യാരണ്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതാണ് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് അൺലിമിറ്റഡ് കമ്പനീസ്. വാട്ട് ഈസ് അൺലിമിറ്റഡ് കമ്പനി? അൺലിമിറ്റഡ് കമ്പനി മീൻസ് a company not having any limit on the liability of its members. Hence, the members or shareholders have collectively and unlimited liability towards the asset and obligation of the company, irrespective of capital contributed by them. അൺലിമിറ്റഡ് കമ്പനിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പനിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുഴുവനായിട്ടും ഈ കമ്പനിക്ക് വരുന്ന ലയബിലിറ്റിയിൽ ബാധ്യതയിൽ റെസ്പോൺസിബിൾ ആണ്. അഥവാ ഒരു കമ്പനി പൂട്ടാൻ പോവുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു 10 ലക്ഷത്തിൻ്റെ കടം വന്നിട്ടുണ്ട്. അങ്ങനെ കടം വന്നിട്ടുണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപ ആരൊക്കെയാണോ ആ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യണം, അവരുടെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ അസറ്റിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യണം, കമ്പനിക്ക് കൊടുത്തിട്ട് ആ ഒരു ലയബിലിറ്റി വീട്ടേണ്ടതുണ്ട്. അതാണ് അൺലിമിറ്റഡ് കമ്പനീസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് കമ്പനീസിൻ്റെ പ്രത്യേകത എന്താണ്? ലയബിലിറ്റി ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആണ്. എത്ര ലയബിലിറ്റി ഉണ്ടോ അത്രയും ലയബിലിറ്റി എന്ത് ചെയ്യണം, ഈ ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ചെയ്ത് അടയ്ക്കേണ്ടതുണ്ട്. മനസ്സിലായല്ലോ? അതാണ് അൺലിമിറ്റഡ് കമ്പനിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി പോയിന്റുകൾ നമുക്ക് ബാക്കി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.